സംഖ്യാപുസ്തകം 7-ാം അധ്യായം. മോശ തിരുനിവാസം നിവർത്ത് കഴിഞ്ഞിട്ട് അതും അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും അഭിഷേകം ചെയ്ത് ശുദ്ധീകരിക്കുകയും യാഗപീഠത്തെയും അതിൻ്റെ സകല പാത്രങ്ങളെയും അഭിഷേകം കഴിച്ച് ശുദ്ധീകരിക്കുകയും ചെയ്ത ദിവസം തങ്ങളുടെ പിതൃഭവനങ്ങളിൽ പ്രധാനികളും ഗോത്രപ്രഭുക്കന്മാരും എണ്ണപ്പെട്ടവരുടെ മേൽവിചാരകന്മാരുമായ ഇസ്രായേൽ പ്രഭുക്കന്മാർ വഴിപാട് കഴിച്ചു. അവർ വഴിപാടായിട്ട് ഈ 2 പ്രഭുക്കന്മാർ ഓരോ വണ്ടിയും ഓരോരുത്തൻ ഓരോ കാളയും ഇങ്ങനെ കൂടുള്ള 6 വണ്ടിയും 12 കാളയും യഹോവയുടെ സന്നിധിയിൽ തിരുനിവാസത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. അപ്പോൾ യഹോവ മോശയോട്, അവരുടെ പക്കൽ നിന്ന് അവയെ വാങ്ങുക, അവ സമാഗമന കൂടാരത്തിൻ്റെ ഉപയോഗത്തിനിരിക്കട്ടെ, അവയെ ലേവ്യരിൽ ഓരോരുത്തന് അവനവൻ്റെ വേലയ്ക്ക് തക്കവണ്ണം കൊടുക്കണം എന്ന് കൽപ്പിച്ചു. മോശെ വണ്ടികളെയും കാളകളെയും വാങ്ങി ലേവ്യർക്ക് കൊടുത്തു. 2 വണ്ടിയും 4 കാളയെയും അവൻ ഗെർശോന്യർക്ക് അവരുടെ വേലയ്ക്ക് തക്കവണ്ണം കൊടുത്തു. 4 വണ്ടിയും 8 കാളയെയും അവൻ മെരാര്യർക്ക് പുരോഹിതനായ അഹരോൻ്റെ പുത്രൻ ഈഥാമാരിൻ്റെ കൈക്കീഴ് അവർക്കുള്ള വേലയ്ക്ക് തക്കവണ്ണം കൊടുത്തു. കെഹാത്യർക്ക് അവൻ ഒന്നും കൊടുത്തില്ല. അവരുടെ വേല വിശുദ്ധമന്ദിരം സംബന്ധിച്ചുള്ളതും തോളിൽ ചുമക്കുന്നതുമായിരുന്നു. യാഗപീഠം അഭിഷേകം ചെയ്ത ദിവസം പ്രഭുക്കന്മാർ പ്രതിഷ്ഠയ്ക്കുള്ള വഴിപാട് കൊണ്ടുവന്നു. യാഗപീഠത്തിൻ്റെ മുമ്പാകെ പ്രഭുക്കന്മാർ തങ്ങളുടെ വഴിപാട് കൊണ്ടുവന്നു. അപ്പോൾ യഹോവ മോശയോട്, യാഗപീഠത്തിൻ്റെ പ്രതിഷ്ഠയ്ക്കായി ഓരോ പ്രഭു ഓരോ ദിവസം താൻ്റെ വഴിപാട് കൊണ്ടുവരണം എന്ന് കൽപ്പിച്ചു. 1-ാം ദിവസം വഴിപാട് കഴിച്ചവൻ യെഹൂദാ ഗോത്രത്തിൽ അമ്മീനാദാബിൻ്റെ മകനായ നഹശോൻ. അവൻ്റെ വഴിപാട് വിശുദ്ധമന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം. അവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയ മാവ് കൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ശേക്കൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം, ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ്, ഒരാട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള ഒരാൺകുഞ്ഞാട്, പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റൻ, സമാധാനയാഗത്തിനായി 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള 5 ചെമ്മരിയാട്ടിൻകുട്ടി. ഇത് അമ്മീനാദാബിൻ്റെ മകനായ നഹശോൻ്റെ വഴിപാട്. 2-ാം ദിവസം ഇസ്സാഖാരിൻ്റെ മക്കളുടെ പ്രഭുവായ സൂവാരിൻ്റെ മകൻ നെഥനയേൽ വഴിപാട് കഴിച്ചു. അവൻ വഴിപാട് കഴിച്ചത് വിശുദ്ധമന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം. ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയ മാവ് കൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ശേക്കൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം, ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ്, ഒരു ആട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞാട്, പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റൻ, സമാധാനയാഗത്തിനായി 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള 5 കുഞ്ഞാട്. ഇത് സൂവാരിൻ്റെ മകനായ നെഥനയേലിൻ്റെ വഴിപാട്. 3-ാം ദിവസം സെബൂലൂൻ്റെ മക്കളുടെ പ്രഭുവായ ഹെലോൻ്റെ മകൻ എലിയാബ് വഴിപാട് കഴിച്ചു. അവൻ്റെ വഴിപാട് വിശുദ്ധമന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം. ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയ മാവ് കൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ശേക്കൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം, ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ്, ഒരാട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞാട്, പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റൻ, സമാധാനയാഗത്തിനായി 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള 5 കുഞ്ഞാട്. ഇത് ഹെലോൻ്റെ മകൻ എലിയാബിൻ്റെ വഴിപാട്. 4-ാം ദിവസം രൂബേൻ്റെ മക്കളുടെ പ്രഭുവായ ശെദയൂരിൻ്റെ മകൻ എലീസൂർ വഴിപാട് കഴിച്ചു. അവൻ്റെ വഴിപാട് വിശുദ്ധമന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം. ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയ മാവ് കൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ശേക്കൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം, ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ്, ഒരാട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞാട്, പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റൻ, സമാധാനയാഗത്തിനായി 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള 5 കുഞ്ഞാട്. ഇത് ശെദയൂരിൻ്റെ മകൻ എലീസൂരിൻ്റെ വഴിപാട്. 5-ാം ദിവസം ശിമെയോൻ്റെ മക്കളുടെ പ്രഭുവായ സൂരീശദ്ദായിയുടെ മകൻ ഷെലൂമിയേൽ വഴിപാട് കഴിച്ചു. അവൻ്റെ വഴിപാട് വിശുദ്ധമന്ദിരത്തിലെ തൂക്കപ്രകാരം
130 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയ മാവുകൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ശേക്കൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം, ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ്, ഒരു ആട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞാട്, പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റൻ, സമാധാനയാഗത്തിനായി 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള 5 കുഞ്ഞാട്. ഇത് സൂരിശദ്ദായിയുടെ മകൻ ശെലുമിയേലിന്റെ വഴിപാട്. 6-ാം ദിവസം ഗാദിന്റെ മക്കളുടെ പ്രഭുവായ ദെയുവേലിന്റെ മകൻ എലിയാസാഫ് വഴിപാട് കഴിച്ചു. അവന്റെ വഴിപാട് വിശുദ്ധമന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയ മാവുകൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ശേക്കൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം, ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ്, ഒരാട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞാട്, പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റൻ, സമാധാനയാഗത്തിനായി 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള 5 കുഞ്ഞാട്. ഇത് ദെയുവേലിന്റെ മകൻ എലിയാസാഫിന്റെ വഴിപാട്. 7-ാം ദിവസം എഫ്രീമിന്റെ മക്കളുടെ പ്രഭുവായ അമ്മീഹൂദിന്റെ മകൻ എലിശാമ വഴിപാട് കഴിച്ചു. അവന്റെ വഴിപാട് വിശുദ്ധമന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയ മാവുകൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ശേക്കൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം, ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ്, ഒരാട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞാട്, പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റൻ, സമാധാനയാഗത്തിനായി 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള 5 കുഞ്ഞാട്. ഇത് അമ്മീഹൂദിന്റെ മകൻ എലീശാമായുടെ വഴിപാട്. 8-ാം ദിവസം മനശ്ശെയുടെ മക്കളുടെ പ്രഭുവായ പെദാസൂരിന്റെ മകൻ ഗമലിയേൽ വഴിപാട് കഴിച്ചു. അവന്റെ വഴിപാട് വിശുദ്ധമന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയ മാവുകൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ശേക്കൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം, ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ്, ഒരാട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞാട്, പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റൻ, സമാധാനയാഗത്തിനായി 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള 5 കുഞ്ഞാട്. ഇത് പെദാസൂരിന്റെ മകൻ ഗമലിയേലിന്റെ വഴിപാട്. 9-ാം ദിവസം ബെന്യാമീന്റെ മക്കളുടെ പ്രഭുവായ ഗിദെയോനിയുടെ മകൻ അബീദാൻ വഴിപാട് കഴിച്ചു. അവന്റെ വഴിപാട് വിശുദ്ധമന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയ മാവുകൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ശേക്കൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം, ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ്, ഒരു ആട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞാട്, പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റൻ, സമാധാനയാഗത്തിനായി 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള 5 കുഞ്ഞാട്. ഇത് ഗിദെയോനിയുടെ മകൻ അബീദാന്റെ വഴിപാട്. 10-ാം ദിവസം ദാന്റെ മക്കളുടെ പ്രഭുവായ അമ്മീശദ്ദായിയുടെ മകൻ അഹിയേസർ വഴിപാട് കഴിച്ചു. അവന്റെ വഴിപാട് വിശുദ്ധമന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയ മാവുകൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ശേക്കൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം, ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ്, ഒരാട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞാട്, പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റൻ, സമാധാനയാഗത്തിനായി 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള 5 കുഞ്ഞാട്. ഇത് അമ്മീശദ്ദായിയുടെ മകൻ അഹിയേസറിന്റെ വഴിപാട്. 11-ാം ദിവസം ആശേരിന്റെ മക്കളുടെ പ്രഭുവായ ഒക്രാന്റെ മകൻ പഗിയേൽ വഴിപാട് കഴിച്ചു. അവന്റെ വഴിപാട് വിശുദ്ധമന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയ മാവുകൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ശേക്കൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം, ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ്, ഒരാട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞാട്, പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റൻ,
സമാധാനയാഗത്തിനായി 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള 5 കുഞ്ഞാട്. ഇത് ഒക്രാന്റെ മകനായ പഗിയേലിന്റെ വഴിപാട്. 12-ാം ദിവസം നഫ്താലിയുടെ മക്കളുടെ പ്രഭുവായ ഏനാന്റെ മകൻ അഹീര വഴിപാട് കഴിച്ചു. അവന്റെ വഴിപാട് വിശുദ്ധമന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം. ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയ മാവുകൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ശേക്കൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം, ഹോമയാഗത്തിനായി 1 കാളക്കിടാവ്, 1 ആട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞാട്, പാപയാഗത്തിനായി 1 കോലാട്ടുകൊറ്റൻ, സമാധാനയാഗത്തിനായി 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള 5 കുഞ്ഞാട്. ഇത് ഏനാന്റെ മകൻ അഹീരയുടെ വഴിപാട്. യാഗപീഠം അഭിഷേകം ചെയ്ത ദിവസം ഇസ്രായേൽ പ്രഭുക്കന്മാരുടെ പ്രതിഷ്ഠ വഴിപാട് ഇതായിരുന്നു: വെള്ളിത്തളിക 12, വെള്ളിക്കിണ്ണം 12, പൊൻകലശം 12. വെള്ളിത്തളിക ഒന്നിന് തൂക്കം 130 ശേക്കൽ, കിണ്ണം ഒന്നിന് 70 ശേക്കൽ. ഇങ്ങനെ വെള്ളിപ്പാത്രങ്ങൾ ആകെ വിശുദ്ധമന്ദിരത്തിലെ തൂക്കപ്രകാരം 2400 ശേക്കൽ. ധൂപവർഗം നിറഞ്ഞ പൊൻകലശം 12, ഓരോന്നും വിശുദ്ധമന്ദിരത്തിലെ തൂക്കപ്രകാരം 10 ശേക്കൽ വീതം. കലശങ്ങളുടെ പൊന്ന് ആകെ 120 ശേക്കൽ. ഹോമയാഗത്തിനുള്ള നാൽക്കാലികൾ എല്ലാം കൂടി കാളക്കിടാവ് 12, ആട്ടുകൊറ്റൻ 12, 1 വയസ്സ് പ്രായമുള്ള കുഞ്ഞാട് 12. അവയുടെ ഭോജനയാഗം. പാപയാഗത്തിനായി കോലാട്ടുകൊറ്റൻ 12, സമാധാനയാഗത്തിനായി നാൽക്കാലികൾ എല്ലാം കൂടി കാള 24, ആട്ടുകൊറ്റൻ 60, കോലാട്ടുകൊറ്റൻ 60, 1 വയസ്സ് പ്രായമുള്ള കുഞ്ഞാട് 60. യാഗപീഠത്തെ അഭിഷേകം ചെയ്ത ശേഷം അതിൻ്റെ പ്രതിഷ്ഠയ്ക്കുള്ള വഴിപാട് ഇതുതന്നെ. മോശെ തിരുമുമ്പിൽ സംസാരിപ്പാൻ സമാഗമന കൂടാരത്തിൽ കടക്കുമ്പോൾ അവൻ സാക്ഷ്യപെട്ടകത്തിന്മേലുള്ള കൃപാസനത്തിങ്കൽ നിന്ന് 2 കെരൂബുകളുടെ നടുവിൽ നിന്ന് തന്നോട് സംസാരിക്കുന്ന തിരുശബ്ദം കേട്ടു. അങ്ങനെ അവൻ അവനോട് സംസാരിച്ചു.